നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് 7 at 7-ലേക്ക്. ശബരിമല വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശബരിമല സ്വർണ്ണ കവർച്ചയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലായിരിക്കുന്നു. പോറ്റിയെ രഹസ്യ കേന്ദ്രത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ തെളിവുകൾ നിരത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ. പോറ്റി സ്വർണം കൈമാറിയെന്ന് സംശയിക്കുന്ന കൽപേഷിനെ ഉടൻ ചോദ്യം ചെയ്തേക്കും. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പോറ്റിയെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിക്കും. അതേസമയം അയ്യപ്പന് ഭക്തർ കാണിക്കയായി സമർപ്പിച്ച പല വസ്തുക്കളും അവിടെ തന്നെയുണ്ടോ എന്ന കാര്യത്തിൽ പല കോണുകളിൽ നിന്നും സംശയമുയരുകയാണ്. ഹരിവരാസനം ആലേഖനം ചെയ്ത സ്വർണ്ണ ഫലകം കാണാനില്ലെന്ന് സംശയം. 2014 ദുബായ് അയ്യപ്പ സേവാ സമിതിയാണ് സ്വർണ്ണ ഫലകം സമർപ്പിച്ചത്. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് വായിക്കാനായാണ് ഹരിവരാസനം സ്വർണ്ണ ഫലകത്തിൽ കുത്തി സന്നിധാനത്ത് സമർപ്പിച്ചത്. പക്ഷേ അത് സന്നിധാനത്തെവിടെയും പ്രദർശിപ്പിച്ചിട്ടില്ല. അതെവിടെയെന്ന് അന്വേഷിക്കുകയാണ് ഹരിവരാസനം ട്രസ്റ്റും. എന്തായാലും ഈ വാർത്തകളുടെയൊക്കെ വിവരങ്ങളുമായി പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും ഗോകുൽ രമേശ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോകുൽ, ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണ കവർച്ചയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ എന്നുള്ളതാണ്. അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കുമോ എന്നുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. അത് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ ഇപ്പോഴും ശബരിമലയിൽ പല ഭക്തരും അയ്യപ്പന് സമർപ്പിച്ച വസ്തുക്കളിന്മേലുള്ള ദുരൂഹതകളും നിലനിൽക്കുകയാണ്. അതൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള സംശയവും പല കോണിൽ നിന്നും വരുന്നുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് ഗോകുൽ? രോഹിണി, ഈ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച അന്വേഷണം ഏറെ നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ തന്നെയാണ്. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ഏറ്റെടുത്ത് ഇന്നിപ്പോൾ ആറാം ദിവസമാണ് അന്വേഷണ സംഘം പോറ്റിയെ കസ്റ്റഡിയിലെടുക്കുന്ന നിർണായകമായിട്ടുള്ള നീക്കം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം രഹസ്യ കേന്ദ്രത്തിൽ ഇത്രയും നേരമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങളടക്കം അന്വേഷണ സംഘത്തിൽ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നേക്കുമെന്നും വിവരമുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഇയാളെ പത്തനംതിട്ടയിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പത്തനംതിട്ട റാന്നി കോടതിയിലാണ് രണ്ട് കേസുകളുടെയും സ്വർണ്ണപ്പാള് സംബന്ധിച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ കട്ടളപ്പടിയുടെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ട് കേസുകളുടെയും FIR-കൾ റാന്നി കോടതിയിലാണ് അന്വേഷണ സംഘം ഹാജരാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റാന്നി കോടതിയിൽ ഇയാളെ ഹാജരാക്കേണ്ടതുണ്ട്. ഇന്ന് രാത്രി ഒരുപക്ഷെ ഹാജരാക്കൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഒരു പക്ഷേ വീഡിയോ കോൺഫറൻസ് മുഖേനയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനായിട്ട് സാഹചര്യമുണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ. ആ രീതിയിലൂടെ ആയിരിക്കുമോ അല്ലെങ്കിൽ നേരിട്ടെത്തി ഹാജരാക്കുന്ന നടപടികളായിരിക്കുമോ ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും രഹസ്യ കേന്ദ്രത്തിൽ ഇപ്പോഴും ചോദ്യം ചെയ്ത് തുടരുകയാണ് എന്നുള്ള വിവരം മാത്രമാണ് നമുക്കിപ്പോൾ ഇതിനോടനുബന്ധമായിട്ട് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ കഴിഞ്ഞ 6 ദിവസവും ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള വിവരശേഖരണം അന്വേഷണ സംഘം നടത്തി. പോറ്റിയുടെ അടക്കമുള്ള ഇടപെടലുകളിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളും തെളിവുകളും ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോറ്റിയെ കസ്റ്റഡിയിലെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളും വരുന്ന മണിക്കൂറുകളും അന്വേഷണത്തിൽ ഏറെ നിർണായകമാകുമെന്നുള്ള തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഗോകുൽ. എന്തായാലും നമ്മളോടൊപ്പം പ്രജിത്ത് മോഹനൻ കൂടി ചേരുന്നുണ്ട്. പ്രജിത്ത്, വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചവരാരൊക്കെ? ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം തട്ടിയെടുത്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ തട്ടിയെടുത്ത സ്വർണം കൈമാറിയത് ആരൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുമ്പോൾ അതിനുള്ള മൊഴിയും ഉത്തരവും ഒക്കെ ഏറെ നിർണായകമാകാനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം ഈ അന്വേഷണ സംഘത്തിന്റെ അതീവ രഹസ്യമായ നീക്കം ഇന്ന് രാവിലെയാണ് ഉണ്ടായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോഴും തിരുവനന്തപുരത്തുള്ള രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിന് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകളും രേഖകളും ഒക്കെ മുന്നിൽ വെച്ച് തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതിലൊരു പ്രത്യേക സാഹചര്യമുള്ളത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രത്യേക സംഘത്തിന്റെ ഒരു വിലയിരുത്തൽ. കാരണം പല സമയത്തും അയാൾ മൊഴികൾ മാറ്റി പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ എന്തായാലും വരും ദിവസങ്ങളിലും തുടരണം എന്നുള്ളതാണ് പ്രത്യേക സംഘത്തിന്റെ ഈ ഘട്ടത്തിലെ ഒരു അനുമാനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാകാനുള്ള സാഹചര്യമില്ല. ഇനി അഥവാ പൂർത്തിയായാൽ തന്നെ പത്തനംതിട്ട റാന്നിയിലെ കോടതിയിൽ
ഹാജരാക്കി അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും റാന്നിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക സംവിധാനത്തോടെ കൊണ്ടുപോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ ഇപ്പോഴും ആ ചോദ്യം ചെയ്യൽ തുടരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു സമയമാണ്. അന്വേഷണത്തിന്റെ ആദ്യ റിപ്പോർട്ട് 10 ദിവസത്തിനുള്ളിൽ കോടതിയിൽ സമർപ്പിക്കണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. അതിനുള്ള സമയം അടുത്തിരിക്കുന്നു. ഏതാണ്ട് ഒരു ദിവസം മാത്രമാണ് അതിനിപ്പോൾ ബാക്കിയുള്ളത്. അതിനുശേഷമായിരിക്കും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്ത് അതിലൊരു പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകൾ വരുത്തിയ ശേഷമായിരിക്കും കോടതിയിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകുക. അതോടൊപ്പം തന്നെ ഈ പരിശോധനകൾ ചെന്നൈയിലും സന്നിധാനത്തുമൊക്കെയുള്ള പരിശോധനകളും ഒരു വശത്ത് പ്രത്യേക അന്വേഷണ സംഘം തുടരുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം കൊടുത്തുവിട്ട കൽപേഷ് എന്ന് പറയുന്ന ആൾ, ഇയാളെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം പോകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള കണ്ടെത്തലുകൾ. എന്നാൽ ഈ കണ്ടെത്തലുകളുടെ 2 വശങ്ങളുണ്ട്. ഒരു വശത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണമടക്കം നൽകാനും ഒക്കെയുള്ള ഗൂഢാലോചനകൾ നടത്തിയ ഉന്നത ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രതിനിധികളും അംഗങ്ങളും അടങ്ങുന്ന ആ ഒരു വലിയ ഗൂഢാലോചന. അതിനൊപ്പം തന്നെ ഈ സ്വർണം കൊടുത്തുവിട്ടതിന് ശേഷം ഈ സ്വർണത്തിന് തട്ടിയെടുക്കാനും രൂപമാറ്റം വരുത്താനും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആശ്രയിച്ചവർ, അവരെ സഹായിച്ചവർ, അതിനുള്ള ഗൂഢാലോചനകൾ ഒരു വശത്ത്. അങ്ങനെ ഇങ്ങനെ 2 വശമായി നിൽക്കുന്ന ഗൂഢാലോചനകളിലും കൃത്യമായ അന്വേഷണവും പരിശോധനകളും നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പത്തനംതിട്ട റാന്നിയിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന 2 FIRകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിയാണ്. അതിൽ ഒരു FIRൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അന്നത്തെ അംഗങ്ങളുടെ പേരുൾപ്പെടുത്താതെയുള്ള അവരുടെ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്നുള്ളൊരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ അന്വേഷണത്തിന്റെ കൂടുതൽ ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഉന്നതരെ അടക്കം ചോദ്യം ചെയ്യേണ്ടി വരും. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് നിർണായക ഘട്ടമെന്നും ഇതിനെ പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യൽ തുടരുന്നു. ഗോകുൽ രമേശും പ്രജിത് മോഹനനുമാണ് വിവരങ്ങൾ നൽകിയത്. എരുമേലി വിമാനത്താവളത്തിനായി സർക്കാർ കണ്ടെത്തിയ ചെറുവള്ളി എസ്റ്റേറ്റ് ദേവസ്വം ഭൂമി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുണ്ടായിരുന്നത് 2203 ഏക്കർ ഭൂമിയാണ്. റവന്യൂ സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രകാരം ഭൂമി ദേവസ്വത്തിന്റെ എന്നത് വ്യക്തമാണ്. 2000 കോടിയിലധികം മൂല്യമുള്ള ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ ഒരു ചെറുവിരൽ പോലും ദേവസ്വം ബോർഡ് അനക്കുന്നില്ല. ജനം ബിഗ് ബ്രേക്കിംഗ്. ഇതാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. എരുമേലി വിമാനത്താവളത്തിനായി സർക്കാർ കണ്ടെത്തിയ ഭൂമിയാണിത്. ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി ആരാണ്? ഉടമസ്ഥാവകാശത്തെ തുടർന്ന് തർക്കഭൂമിയായി കിടക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റ്. എന്നാൽ ഈ റവന്യൂ സെറ്റിൽമെന്റ് രജിസ്റ്റർ ഒന്ന് കാണുക. ഇതിൽ വ്യക്തവും കൃത്യവും സ്പഷ്ടവുമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ചെറുവള്ളി എസ്റ്റേറ്റ് ആരുടെ ഭൂമിയാണെന്ന്. ചെറുവള്ളി എസ്റ്റേറ്റിലെ 2203 ഏക്കർ ഭൂമി ദേവസ്വത്തിന്റെ ഭൂമിയെന്ന് ഈ ആധികാരിക രേഖ അടിവരയിട്ട് പറയുന്നു. അപ്പോൾ ശ്രീഭണ്ഡാര കാര്യം ചെയ്യുവാർകൾ പേരിൽ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞ് നമുക്ക് സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ ഇത് കാണാൻ സാധിക്കും. ഇത്രയധികം രേഖകൾ ഉണ്ടായിട്ടും ഭൂമി തിരിച്ചുപിടിക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥയാണ് ദേവസ്വം ബോർഡ് കാണിച്ചത്. ദേവസ്വത്തിന്റെ സ്വന്തം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സർക്കാരും അയനാട് ട്രസ്റ്റും നിയമപോരാട്ടം നടത്തുമ്പോൾ ഇവിടെ കാഴ്ചക്കാരായി കണ്ടു നിൽക്കാനേ ദേവസ്വം ബോർഡിന് ആയുള്ളൂ. കോടികളുടെ മൂല്യം അന്യാധീനപ്പെട്ടു പോകുന്നതിന് ദേവസ്വം ബോർഡ് കൂട്ടുനിൽക്കുന്നുവെന്ന് ചുരുക്കം. അതേപോലെ അർദ്ധ ജുഡീഷ്യൽ കമ്മീഷനുകൾക്കൊക്കെ മുന്നിൽ ഹാജരാക്കിയിട്ടുള്ള അടിയാധാരങ്ങൾ, ആ അടിയാധാരങ്ങളിലും വളരെ വ്യക്തമായിട്ട് ഇത് ചെറുവള്ളിക്കാവ് ഭഗവതി ദേവസ്വം വക ഭൂമിയാണ്, ചേനപ്പാടി ഈ ദേവസ്വം വക ഭൂമിയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് ദേവസ്വത്തിൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇല്ല, നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതുപോലെയാണ് ദേവസ്വത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആസ്തികളായിട്ടുള്ള ഭൂമി സംബന്ധിച്ച്. ഇപ്പോൾ എരുമേലിലെ ചെറുവള്ളി എസ്റ്റേറ്റ് 2203 ഏക്കർ വളരെ വ്യക്തമായിട്ട് സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിലെ ദേവസ്വം ഭൂമിയാണെന്ന് തെളിഞ്ഞു കാണാം.
എരുമേലി വിമാനത്താവള പദ്ധതിക്കായി സർക്കാർ കണ്ടെത്തിയ കണ്ണായ ഭൂമി കൂടിയാണിത്. ചെറുവള്ളി എസ്റ്റേറ്റ് ദേവസ്വം ഭൂമിയാണെന്ന് കണ്ടെത്തുന്ന ഔദ്യോഗിക രേഖകളാണ് ജനം TV പുറത്തുവിട്ടത്. ഇനി എന്താണ് ദേവസ്വം ബോർഡിന്റെ നടപടി? മാറി മാറി വന്ന ദേവസ്വം ബോർഡുകൾക്ക് ഈ വിഷയത്തിലുണ്ടായത് അതീവ ഗുരുതരമായ വീഴ്ചയാണ്. ക്യാമറാമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോട്ടയം. കോഴിക്കോട് നീലേശ്വരം ശിവക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച സ്വർണ്ണത്താലി അടക്കമുള്ളവ മുക്കാക്കി മാറ്റിയെന്ന ജനം TV വാർത്തയ്ക്കു പിന്നാലെ ക്ഷേത്രത്തിൽ പരിശോധന നടത്തി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ. ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അസിസ്റ്റന്റ് കമ്മീഷണർ ഗിരീഷ് കുമാർ, വെരിഫിക്കേഷൻ ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുക്കം നീലേശ്വരം ശിവക്ഷേത്രത്തിൽ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണത്തിൽ കുറവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. കാണിക്കയായി സമർപ്പിച്ച സ്വർണത്താലികൾക്ക് പകരം മുക്കുപണ്ടമാണുള്ളതെന്ന് നേരത്തെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരൻ, അസിസ്റ്റന്റ് കമ്മീഷണർ ഗിരീഷ് കുമാർ, വെരിഫിക്കേഷൻ ഓഫീസർ രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന. മുൻ ഭരണസമിതി അംഗങ്ങളെ വിളിച്ചുവരുത്തിയാണ് പരിശോധന നടത്തിയത്. മുൻ ഭരണസമിതിയെ സാമ്പത്തിക തിരിമറിയെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ പിരിച്ചുവിട്ടിരുന്നു. ഇക്കഴിഞ്ഞ 4-ാം തീയതി ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരൻ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ 45 സ്വർണ്ണാഭരണങ്ങളുള്ളതിൽ 8 എണ്ണം മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. തുടർന്നാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെത്തി ഇന്ന് പരിശോധന നടത്തിയത്. പരിശോധനയിൽ നഷ്ടമായ സ്വർണങ്ങളിൽ ചിലത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. തിരിമറി നടത്തിയ വിവരം പുറത്തുവന്നതിനെ തുടർന്ന് എടുത്ത സ്വർണം തിരിച്ചുവെച്ചതാകാമെന്നാണ് ഭക്തർ പറയുന്നത്. എന്നാൽ ആരാണ് സ്വർണത്തിൽ തിരിമറി നടത്തിയതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് ഭക്തജനങ്ങളുടെ ആവശ്യം. ജനം, കോഴിക്കോട്. RSSന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ച് കർണാടക മന്ത്രിസഭ. പൊതുസ്ഥലങ്ങൾ, സർക്കാർ സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ ഇടങ്ങളിൽ RSSന്റെയും പരിവാർ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ നിരോധിക്കാനാണ് നീക്കം. അടിയന്തരമായി നിയമം തയ്യാറാക്കാൻ മന്ത്രിസഭ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് RSSനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി പ്രിയങ്ക് ഖാർഗെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്ത് നൽകിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, RSSനോട് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത എന്നുള്ളത് ഒരു വശത്ത്, അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു സന്നദ്ധ സംഘടനയെ നിയന്ത്രിക്കാൻ തക്ക വിധമുള്ള നിയമനിർമ്മാണം അങ്ങനെ ഒരു മന്ത്രിസഭയിൽ നടത്താൻ പറ്റുമോ? രോഹിണി, അതിൽ ഏറ്റവും പ്രധാനമെന്നുള്ളത് അത്തരത്തിലൊരു സംഘടനയെ പൂർണ്ണമായും നിരോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കർണാടക സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് RSSന്റെയും അനുബന്ധ സംഘടനകളുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുള്ള നിയമനിർമ്മാണത്തിനാണ്. അതായത് പൊതു ഇടങ്ങളിലും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും അത്തരത്തിലുള്ള പൊതു ഇടങ്ങളിലെല്ലാം തന്നെ RSSന്റെയും അനുബന്ധ സംഘടനകളുടെയും പ്രവർത്തനങ്ങളെ നിയമത്തിലൂടെ നിയന്ത്രിക്കാനുള്ള നീക്കമാണ് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ നടത്തുന്നത്. ഇത് സംബന്ധിച്ച് ആലോചന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കർണാടക സർക്കാർ നടത്തിവരികയായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനും സംസ്ഥാനത്തെ മന്ത്രിയുമായിട്ടുള്ള പ്രിയങ്ക് ഖാർഗെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്ത് നൽകിയിരുന്നു. അതായത് സംസ്ഥാനത്ത് RSSനെ നിയമത്തിലൂടെ നിരോധിക്കണം എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ ആവശ്യം. പക്ഷേ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ അത്തരത്തിൽ നിയമത്തിലൂടെ RSSനെ നിരോധിക്കാനുള്ള അധികാരം നിലവിൽ സംസ്ഥാന സർക്കാരിനില്ല. അത്തരത്തിലൊരു സംഘടനയെ പൂർണ്ണമായും നിരോധിക്കാൻ സാധിക്കില്ല. പക്ഷേ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കും. അതാണിപ്പോൾ കോൺഗ്രസ് ആലോചിച്ചു വരുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ, മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് RSSന്റെയും അനുബന്ധ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ പൊതുയിടങ്ങളിലും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം തന്നെ നിയന്ത്രിക്കാൻ അടിയന്തരമായി നിയമം തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ സർവാധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഉൾപ്പെടെ നിരോധനത്തിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടും പൂർവാധികം ശക്തിയോടെ പ്രവർത്തനം നടത്തുന്ന RSSനെയാണ് പരിമിതമായ അധികാരം വെച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് വേണം വിലയിരുത്താൻ. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.
മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ വൻ മുന്നേറ്റവുമായി സുരക്ഷാ സേന. ഛത്തീസ്ഗഡിലെ വടക്കൻ ബസ്തർ, അബുജ്മദ് എന്നീ പ്രദേശങ്ങൾ മാവോയിസ്റ്റ് മുക്ത മേഖലയായി പ്രഖ്യാപിച്ചു. BJP സർക്കാർ രൂപം കൊണ്ടതിനു ശേഷം 2100 മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയും 1785 പേർ പിടിയിലാവുകയും 477 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ സേനയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അഭിനന്ദനം. തെക്കൻ ബസ്തറിൽ അവശേഷിക്കുന്ന മാവോയിസ്റ്റ് സാന്നിധ്യം കൂടി വൈകാതെ തുടച്ചു നീക്കപ്പെടും അമിത്ഷാ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, മാവോയിസ്റ്റ് മുക്ത മേഖലയായിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ വടക്കൻ ബസ്തറും അബൂജ് മദും. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലേ? രോഹിണി, നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രം മുതൽ തിരുപ്പതി തിരുമല ക്ഷേത്രം വരെ നീണ്ടുകിടക്കുന്ന റെഡ് കോറിഡോറിന്റെ നട്ടെല്ലാണ് ഈ ബസ്തർ ഉൾപ്പെടുന്ന മേഖല. ആ ബസ്തറിലെ വടക്കൻ ബസ്തറിലെ അബൂജ്മദ് എന്ന് പറയുന്ന ഇവന്മാരുടെ നെടുങ്കോട്ടയാണ്, മാവോയിസ്റ്റ് നെടുങ്കോട്ടയാണ് ഈ അബൂജ്മദ് എന്ന് പറയുന്നത്. അവരുടെ ജനതാ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണത്. അവിടം ഇപ്പോൾ വീണിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ കയ്യിൽ നിന്നും അധികാരം പൂർണ്ണമായും പോയിരിക്കുന്നു. അവിടെ മാവോയിസ്റ്റ് മുക്ത മേഖലയായി നമ്മുടെ സുരക്ഷാ സേന പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അവരുടെ രാവണൻ കോട്ട, മാവോയിസ്റ്റുകളുടെ നെടുങ്കോട്ട എന്ന് പറയാവുന്ന സ്ഥലമാണ് ബസ്തർ. ബസ്തർ ആ മലമുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മുതൽ ബസ്തറിൽ നമ്മൾ മാവോയിസ്റ്റുകളുടെ നിരീക്ഷണത്തിലാണ്. ഈ അബൂജ്മദ് ഉൾപ്പെടുന്ന മേഖലയിൽ ജനം TV സംഘം പോയതുമാണ്. അവരുടെ അനുവാദമില്ലാതെ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല അവിടെ ഒരു മേഖലയിലേക്കും. ആ സ്ഥലമാണിപ്പോൾ മാവോയിസ്റ്റ് മുക്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ 2024 BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2100 മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയും 1785 പേർ പിടിയിലാവുകയും 477 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. കഴിഞ്ഞ 2024 ഛത്തീസ്ഗഡിൽ BJP സർക്കാർ അധികാരത്തിൽ വരുന്നത്. തൊട്ടു പിന്നാലെയാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ 2026 മാർച്ച് 31 മാവോയിസ്റ്റ് ഭീകരതയെ ഒതുക്കും എന്ന് പ്രഖ്യാപിച്ചത്. അതിലേക്ക് ഇനി ഏതാനും ചുവടുകൾ മാത്രം. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ട്രംപിന്റെ അവകാശവാദം തള്ളി വിദേശകാര്യ മന്ത്രാലയം. ഭാരതത്തിന്റെ എണ്ണ ഇറക്കുമതി ഉപഭോക്താവശ്യങ്ങൾക്കനുസരിച്ചാണ്. മാറിമറിയുന്ന എണ്ണവിലയുടെ സാഹചര്യം അനുസരിച്ചാണ് ഭാരതം ഇറക്കുമതി സംബന്ധിച്ച തീരുമാനമെടുക്കുന്നത്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പറയൂ. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവന ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത്തരത്തിൽ ആ പ്രസ്താവനയുടെ ഭാഗമായി അദ്ദേഹം പറയുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അതിനൊന്നും വസ്തുതയില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നീടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ളൊരു വിശദീകരണം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഭാരതത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏതിടത്തിൽ നിന്നാണോ എണ്ണ കൃത്യമായി ലഭ്യമാകുന്നത് അവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുക എന്നതാണ് നയം. അത് റഷ്യയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യും. അക്കാര്യത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ഇടപെടൽ ആവശ്യമില്ല എന്ന് കൃത്യമായി തന്നെ നിലപാട് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അത് ആവർത്തിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ എണ്ണ വിലയുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിൽ മാറിമറിയുന്ന എണ്ണ വിലയുടെ സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് ലാഭകരമായ രീതിയിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുക എന്നതാണ് ഭാരതത്തിൻ്റെ എണ്ണ വാങ്ങൽ സംബന്ധിച്ചൊരു നയം. ആ നയത്തിൽ നിന്നും മാറ്റമില്ല. അതിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകളോ സ്വാധീനങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ട്രംപിൻ്റെ ആ ഒരു നിലപാടിനെ മറുപടിയായി ഇന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. ൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായി അഹമ്മദാബാദിനെ ശുപാർശ ചെയ്ത ഭാരതം. നവംബർ 26 ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് സ്പോർട്സ് ജനറൽ അസംബ്ലിയിൽ വേദി സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകും. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഭാരതം ആതിഥേയത്വമേകുമെന്ന് ഉറപ്പായി. എങ്കിൽ കോമൺവെൽത്തിന്റെ 100ാമത് കായിക മാമാങ്കത്തിന് വേദിയാവുക ഗുജറാത്താവും. അംഗീകാരം ലഭിച്ചാൽ ന്യൂഡൽഹിക്ക് ശേഷം കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യത്തെ 2ാമത്തെ നഗരമായി അഹമ്മദാബാദ് മാറും. ഭാരതത്തിന് പുറമെ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയും ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ അപേക്ഷ നൽകിയിരുന്നു. അബുജ നഗരമാണ് ഗെയിംസിനായി നൈജീരിയ നിർദ്ദേശിച്ചത്. 2010 ഇതിനു മുമ്പ് ഭാരതത്തിൽ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. കോമൺവെൽത്ത് ഗെയിംസിന് പിന്നാലെ 2036 ഒളിമ്പിക്സ് ഗെയിംസിനും ആതിഥേയത്വം വഹിക്കാനുള്ള സന്നദ്ധത ഭാരതം ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയമായ 2 ഗെയിംസുകളും ഭാരതത്തിലെത്തിയാൽ ടൂറിസം അടക്കമുള്ള മേഖലകളിൽ വമ്പൻ മുന്നേറ്റമാകും ഭാരതത്തിന് കൈവരിക്കാനാവുക.
ന്യൂസ് ഡെസ്ക് ജനം. ഗുജറാത്തിലെ പരമ്പരാഗത കലാരൂപമായ ലിപ്പൻ ആർട്ട് വലിയ ക്യാൻവാസിൽ പൂർത്തിയാക്കി റെക്കോർഡുകളിൽ പേരെഴുതി ചേർത്തിരിക്കുകയാണ് ഇടുക്കി കുമിളി സ്വദേശിനിയായ അഞ്ജു കുര്യൻ. MBBS വിദ്യാർത്ഥിനിയായ അഞ്ജു അമ്മയുടെ ഉദരത്തിലെ കുഞ്ഞിന്റെ സുരക്ഷിതത്വം എന്ന ആശയമാണ് ലിപ്പൻ ആർട്ടിലൂടെ അവതരിപ്പിച്ചത്. ഈ റിപ്പോർട്ടോടുകൂടി ടോപ്പ് 7 at 7 പൂർണ്ണമാകുകയാണ്. നമസ്തേ. ഇൻസ്റ്റാഗ്രാം റീലുകളിൽ നിന്നാണ് അഞ്ജു കുര്യൻ ലിപ്പൻ ആർട്ടിനെ പറ്റി അറിയുന്നത്. മണ്ണും ചെറിയ കണ്ണാടി കഷ്ണങ്ങളും ഉപയോഗിച്ചുള്ള മനോഹരമായ നിർമ്മിതികൾ. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കിയ നിർമ്മാണം വിജയിച്ചതോടെ കൂടുതൽ സമയം ലിപ്പൻ ആർട്ട് പഠിക്കുന്നതിനായി അഞ്ജു കണ്ടെത്തി. പരമ്പരാഗത ശൈലി വിട്ട് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന തീരുമാനത്തിൽ നിന്നാണ് അമ്മയുടെ ഉദരത്തിലെ കുഞ്ഞിന്റെ സുരക്ഷിതത്വം എന്ന ആശയത്തിലേക്ക് അഞ്ജു എത്തുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വലുതായിട്ട് എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്യണം എന്ന് നേരത്തെ തൊട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം എന്ന് തോന്നി. പക്ഷെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഈ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ അതിൽ കുറേ ഇങ്ങനെ സിമെട്രിക്കൽ ആയിട്ടുള്ള മോട്ടീവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ഗുജറാത്തീസ് ഈ ഒരു ആർട്ട് ചെയ്തത്. അപ്പം ഞാൻ കുറച്ചുകൂടി അതിലൊരു ഡിഫറെൻ്റ് ആയിട്ട് മെഡിസിനുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു ഫീറ്റസ് ഇൻ എ വൂം എന്ന് പറഞ്ഞിട്ടൊരു തീം എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമുള്ളൊരു തീം. ഞാൻ ഇതിൻ്റെ നേരത്തെ ഒരു എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കുഞ്ഞ് ഒരമ്മേൻ്റെ വയറ്റിൽ കിടക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ സെൻറ്ററായിട്ട് ഒരു കുഞ്ഞും പിന്നെ അംബ്ലിക്കൽ കോഡ്, പ്ലാസെൻറ്റ, വില്ലസ്, ഇൻ്റർവില്ലസ് സ്പേസ്, പിന്നെ യൂട്രസിൻ്റെ ഓരോ ലെയേഴ്സ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ആ ചിത്രത്തിൽ ഒരു അമ്മേൻ്റെ ഉദരത്തിൽ കുട്ടി എത്രത്തോളം സേഫാണ് എന്നുള്ളത് കാണാൻ പറ്റുന്ന ഒരു രീതിക്കൊരു ആർട്ട് വർക്ക് ചെയ്തതാണ്. MDS ബോർഡിൽ 2 ദിവസം കൊണ്ട് അഞ്ജു തന്റെ ആശയം മനോഹരമായി നിർമ്മിച്ചെടുത്തു. പിന്നാലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ വേൾഡ് റെക്കോർഡും അഞ്ജുവിനെ തേടിയെത്തി. ലിപ്പൻ ആർട്ടിൽ വ്യത്യസ്തമായ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തണമെന്നതാണ് അഞ്ജുവിന്റെ ആഗ്രഹം. കുടുംബത്തിന്റെ പരിപൂർണ പിന്തുണയും അഞ്ജുവിന് മുതൽക്കൂട്ടായുണ്ട്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.